പച്ചക്കറി വില കുതിച്ചുയരുന്നു. കൊല്ലം കമ്പോളത്തിൽ പച്ചക്കറി വാങ്ങാനെത്തുന്നവരുടെ തിരക്കും കുറഞ്ഞു. കഴിഞ്ഞ മാസം 40 മുതൽ 50 രൂപ വരെ വിലയുണ്ടായിരുന്ന സവാള, തക്കാളി, ഉരുളക്കിഴങ്ങ് എന്നിവയുടെ വില ഇപ്പോൾ 100 രൂപയോളം എത്തി. മണ്ഡലകാലം ആരംഭിച്ചതോടുകൂടി പച്ചക്കറിക്ക് വലിയ വർധനമാണ് വിലയിൽ സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ ജനങ്ങൾക്ക് താങ്ങാൻ പറ്റാത്ത സാഹചര്യത്തിലേക്കാണ് വരുന്നത്. നല്ല സാധനങ്ങളും വരുന്നില്ല, സാധനങ്ങളും വളരെ മോശമാണ്. പക്ഷേ ഓരോ ദിവസവും പ്രത്യേകിച്ച് സവാള, തക്കാളിക്ക് അടിക്കടി വില വർധന ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അത് ജനങ്ങളെ സംബന്ധിച്ചിപ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. പച്ചക്കറി പ്രത്യേകിച്ച് എല്ലാ സാധനങ്ങളും വില വർദ്ധിക്കുന്നുണ്ടെങ്കിലും ക്രമാതീതമായി വർദ്ധിക്കുന്നത് പച്ചക്കറിക്കാണ്. സാധാരണക്കാരന് എത്തിപ്പിടിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് പച്ചക്കറിയുടെ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നേന്ത്രപ്പഴം, പച്ചക്കായ എന്നിവയ്ക്ക് 75 രൂപ വരെ വിലയായിട്ടുണ്ട്. 5 മുതൽ 10 രൂപ വരെയാണ് വർധന. ക്യാരറ്റിനും ബീട്രൂട്ടിനും 80 രൂപയിൽ നിന്ന് 90 രൂപ വരെ ആയിട്ടുണ്ട്. വർഷകാലം ആരംഭിച്ചതോടെയും തമിഴ്നാട്ടിലെ പേമാരിയും വെള്ളപ്പൊക്കവും ഒക്കെയാണ് ഈ വില വർധനവിന് കാരണമെന്ന് വ്യാപാരികൾ പറയുന്നു. ഇപ്പം സാധനം നമുക്ക് പോലും ഇപ്പം കച്ചവടം നടക്കുന്നില്ല. ഈ കച്ചവടം നടക്കാത്തതുകൊണ്ട് സാധനങ്ങൾ ഒരുപാട് ഡാമേജായി പോയി. നമുക്ക് കച്ചവടം നടക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് വില കൂടിയിട്ടായാലും ഈ സാധനങ്ങൾ എടുത്തു വെക്കുന്നത്. അപ്പോൾ അതിൽ ഒരുപാട് നഷ്ടങ്ങൾ വ്യാപാരികൾക്കും ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഉള്ളിക്ക് എത്ര വിലയായി? ഇപ്പം കൊച്ചുള്ളിക്ക് ഇപ്പം 70 രൂപയാണ് ഇപ്പം മാർക്കറ്റ് നമ്മൾ കൊടുക്കുന്ന വില. ഇപ്പം അതിൽ തന്നെ ചെറിയ കൊച്ചുള്ളിയൊക്കെ വില കുറഞ്ഞ ഉള്ളികളുണ്ട്. ഇപ്പം സവാളയ്ക്ക് ഇപ്പം 80, 85, 90 ഇങ്ങനെ. നേരത്തെ എത്രയായിരുന്നു? നേരത്തെ 90, 120 വരെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഇതിനോടൊപ്പം തന്നെ പലചരക്ക് സാധനങ്ങൾക്കും മറ്റ് നിത്യോപയോഗ സാധനങ്ങൾക്കുമുള്ള വർധനയും താങ്ങാവുന്നതിലും അപ്പുറമാണ്. ന്യൂസ് ബ്യൂറോ, കൊല്ലം.